അസ്സാം വലൈക്കും. നമ്മൾ ഇന്നത്തെ ബ്ലോഗിലത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഈ ഒരുപാട് കൊലപാതകങ്ങളായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണല്ലേ. സ്വന്തം കൂടപ്പിറപ്പുകളെ, സ്വന്തം ഉമ്മാനെ ഉപ്പാനെ, രക്തബന്ധത്തിലുള്ളവരെ സ്നേഹിക്കണ ആൾക്കാരനൊക്കെ കൊന്നുകൊണ്ടിരിക്കുക. പട്ടിണിയും പൂച്ചേനെയൊക്കെ കൊല്ലണ പോലെയാണ് ഇപ്പോൾ മനുഷ്യന്മാരെ കൊല്ലണത് ആളുകൾക്ക് കിട്ടുക. ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിലോ അവർ ലഹരി ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയ പിന്നെ ആ കേസ് അങ്ങനെ പോയി. എന്താണ് ഇവർക്കൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലഹരിയുടെ ഉപയോഗം തന്നെയാണ്. ലഹരി ഉപയോഗിക്കുമ്പോഴാണല്ലോ അവർക്ക് സ്വന്തം ഉമ്മാനി ഉപ്പാനി രക്തബന്ധത്തിലുള്ളവരെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തത്. നിരപരാധികളായ ആൾക്കാരനെയാണ് ഇവർ ഈ കൊന്നുകൂട്ടുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് ജീവിക്കാൻ ഭയങ്കര ഒരു പേടിയുള്ളൊരു ഇതാണ് കേട്ടോ. ഇപ്പോൾ ആർക്കാ എപ്പോഴാ എന്താ ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും പഠിച്ചോല്ലാനി എന്താ പറയുക, നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാക്കി കൊടുക്കട്ടെ. അല്ല അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത്രയും മോശമായ രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. ഈ 2025 തുടങ്ങിയ അന്ന് മുതലേ കൊലപാതകങ്ങളുടെ പരമ്പരയാണ് തുടർന്നിരിക്കുന്നത്. ഒരു ചെന്താമര, ഇപ്പോൾ ഇത് അഫ്നാൻ, കഴിഞ്ഞ പ്രാവശ്യം ഋതുജയന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രേരണ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്. ഇങ്ങനെ ഇപ്പോൾ ആ ഉമ്മാനെ ഒരു മകൻ വെട്ടിക്കൊന്നില്ലേ, ഇതൊക്കെ ഇപ്പോൾ ഇത് എന്താ പറയുക, കാരണം എന്താ വെച്ചാൽ ലഹരി ഉപയോഗം. എന്താ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ചെറിയ നിസ്സാര സംഭവങ്ങളാണ് ഈ വലുതാക്കിയിട്ട് ഈ ലഹരിയുടെ ഉപയോഗം കാരണം അവർക്ക് അത് വലിയ ഇതാക്കിയിട്ട് ഇവരെ മനസ്സിന് തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണല്ലോ അവർ ഈ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലഹരി ഇതിപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഈ കിട്ടുന്നത്? അതൊന്നും ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അതാവും ഏറ്റവും നല്ലത് അല്ലേ. ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് എല്ലാ ഇപ്പോൾ കുട്ടികളിപ്പോൾ സ്കൂളിൽ പഠിക്കണം, 8, 9, 7 ഒക്കെ പഠിക്കണ ഇവർ ഹൈസ്കൂളിൻ്റെ മുറ്റത്തടക്കം ഉണ്ട് ഇപ്പോൾ ഈ ലഹരിയുടെ കാരണങ്ങൾ. ഇപ്പോൾ ഈ പാക്ക്, ഇപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തിൽ നിന്നാണ് തുടങ്ങുന്നത് അറിയോ? പാക്കിൽ നിന്നൊക്കെ ഈ ആൻസ്, പാൻ ബ്ലാക്ക് അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെയാണ് ചെറിയ കുട്ടികൾ ലഹരിയുടെ ഉപയോഗം തുടങ്ങുന്നത്. പിന്നെ ബീഡി വലി, സിഗരറ്റ് വലി. ഇതിപ്പോൾ ഇവരെ കൂട്ടത്തിലുള്ള ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മറ്റുള്ളവരും കൂടി പ്രേരിപ്പിക്കും. അപ്പോൾ അവർ പറയണില്ല, ഞാനത് ചെയ്യണില്ല, എൻ്റെ വീട്ടിലുള്ളവർ ചീത്ത പറയുക, ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, അവരെ നാണം കെടുത്തും. ഇങ്ങനത്തെ ചെയ്യാത്ത ആൾക്കാരിപ്പോൾ ഇല്ല, അങ്ങനത്തെ ചെയ്യാത്തവർ ആണുങ്ങളല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരെ മൈൻഡിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കും. അപ്പോൾ അവരും സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ചെയ്യൽ തുടങ്ങും. അപ്പോൾ ഈ സ്കൂൾ മുറ്റത്ത് തന്നെ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ, ഈ ലഹരിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ കർശനമായ നിലപാടെടുക്കണമല്ലേ. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കോളേജ്, സ്കൂൾ എന്നുള്ള പ്രദേശങ്ങളിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ വെക്കരുത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് മനസ്സിലാവണില്ല. ഈ ലഹരി എന്ന് പറയണ, ഇപ്പോൾ ഒരാൾ കൊന്നുണ്ടെങ്കിൽ ലഹരിയാണ് ഉപയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കേസും കുട്ടും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ അത് അങ്ങോട്ട് ആര് തണുക്കും. പിന്നെ അടുത്തത് ആരാ കൊല്ലണം, അവരെ പിന്നാലാവും. പിന്നെ ചാനലും സോഷ്യൽ മീഡിയയും പോലീസും ആൾക്കാരൊക്കെ മറ്റേ ആദ്യം കൊന്ന ആൾ അത് അവിടെ കഴിഞ്ഞ് പിന്നെ അടുത്ത ആൾ കൊല്ലുമ്പോൾ അവരെ പിന്നാലെ. അപ്പോൾ ഈ ലഹരി ഉപയോഗം പറഞ്ഞാൽ ചെറുതായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു 9, 10 ആ വയസ്സ്, 9, 10 സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കുട്ടികൾ ഇത് തുടങ്ങുന്നത്. ഇതിൽ ചെറിയ പ്രായത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂളിൻ്റെ പരിസരത്തും കോളേജ് പരിസരത്തൊക്കെ എങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ പോലീസ് കർശനമായിട്ട് നടപടി എടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ പുറത്ത് വിടാൻ, അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് അകത്ത് വരുമ്പോൾ നമുക്ക് പേടിയാവും. എന്താ ഏതാ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. എന്തായാലും പടച്ചോന് എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ, എല്ലാവരെയും നല്ല മാർഗത്തിൽ പടച്ചോൻ കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് കൊടുക്കട്ടെ. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ നമ്മളും അല്ലേ, എന്താ പറയുക, ഇങ്ങനെ എല്ലാ രക്ഷിതാക്കളും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ സ്കൂൾ പരിസരത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ശരിക്കും അതൊക്കെ ഇതാക്കണം. ഞാൻ പറയുമ്പോൾ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ അടപ്പാളം ഉണ്ട് ഒരു സ്കൂളിൻ്റെ അവിടെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ലഹരിയുടെ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ. ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തിയിട്ട് അതൊക്കെ ഇല്ലാതാക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഇത് പറയണമെന്ന് തോന്നിയോണ്ട് കേട്ടോ പറയണേ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ.
അപ്പോൾ അനിയത്ര അവിടുന്ന് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് വീഡിയോ ഇട്ടപ്പോൾ ഉള്ള സപ്പോർട്ടും പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല പച്ചക്കറി കൃഷി, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാവും. പിന്നെ നല്ല ഫോണും കാര്യങ്ങളൊക്കെ അല്ല. ഇവിടെ ആകുമ്പോൾ നമ്മളെ ഈ ലോക്കൽ ഫോണും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.